ഇന്നിപ്പം മാരളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് ചെറിയ നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പറഞ്ഞ നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യമാണ് ചോദിച്ചത്. അത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇനിയുള്ള പേര് പോലെ നീ ഓർത്താ കൊല്ലും ഞാൻ. രണ്ടിനെ ഇനി ഒന്നും ചെയ്യില്ല. മോനെ ദിവാര, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. എന്ത് പറയാനമ്മേ? അവനുണ്ടല്ലേ അമ്മേ? എന്നൊരു വസ്തു കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് നിർബന്ധിച്ചെന്തെങ്കിലും കഴിപ്പിക്കായിരുന്നില്ലേ? പറയുന്നിട്ടാണോ? അനുസരിക്കണ്ടേ? വാശി. അത് മുഴുവൻ തിന്നടാ. രാധേ, മോളെ, സാരില്ല. ദിവാരേട്ടന് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ? ഇന്നലെ വരെ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടുണ്ടോ ദിവാരേട്ടൻ? ദിവാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കാം, നിന്നെ ഒഴിച്ച്. കുട്ടിയായിരിക്കും മുതല് ദിവാരേട്ടൻ നിന്നെ മോഹിക്കണതാ. നിന്നൊരാള് പത്നിയിച്ച് പോലും നിന്നെ അതിരുവിട്ട് സ്നേഹിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കുക? സാരമില്ല,
ദിവാരേട്ടനോട് ദേഷ്യമുണ്ടോ നിനക്ക്? കുട്ടികളാകുമ്പോ ചില വിവരക്കേടും എടുത്തിയാട്ടവും ചില തമാശകളികളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടന്. അത് പോട്ടെ, മറന്നുകള. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. മിന്നണതെല്ലാം പൊന്നല്ല. അവിടെ ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വേണം കാണിച്ചോ. ചോണയുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി വാടാ. എങ്ങനാ അങ്ങനെ പോകണേ? എന്തിനാടാ പടം മുഴുവൻ ഇളകി വന്നേക്കുന്നത്? എന്റെ ഈശ്വര, എന്താ വേണ്ടേ? എന്റെ കുട്ടിയെ നീ കൊല്ലും അല്ലേടാ? കൊല്ലും. ഇപ്പൊ തല്ലേയുള്ളൂ. തെമ്മാടിത്തരം കാട്ടിയാൽ കൊല്ലും. നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം. എന്റെ ചക്കര കൈയും കണ്ണും കാണിച്ച് വശീകരിച്ചിട്ട് പരിസരത്ത് പാട്ടും കൂത്തും കാട്ടി എന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ന്യായം പറഞ്ഞോളാ. ഇനി പരിസരത്ത് അവനെ കണ്ടാണ്ടല്ലോ പണിയെടുത്ത് നിന്നില്ല, ചവിട്ടിയാൻ തണ്ടലൊടിക്കും. ഇപ്പൊ ഞങ്ങളുടെ കയ്യൊക്കെ മാങ്ങ പറിക്കാൻ പോകും. ചെക്കന്റെ മേക്കൊരു പാലി വീണുണ്ടല്ലോ. ഇത് കണ്ട നീ മരം പണിയാൻ മാത്രമല്ല ചങ്കി കിളികൾ ഒടുക്കണ്ടല്ലോ. അതിനാണ് ഇപ്പൊ ചെയ്യും. ഊളത്തരം കാട്ടിയ ഇനിയുണ്ടാവും. എന്നെ സ്റ്റേഷനിൽ കയറ്റി ഇടിച്ച് പതപ്പിച്ചില്ലെങ്കിൽ, നിന്റെ പണി ഞാൻ കളയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞുണ്ണ. പിന്നെ താനെന്റെ ഒലത്തും പോരാ. ആരെയാടാ നീ തല്ലി കൊല്ലാറാക്കിയത്? ഓ അന്വേഷിക്ക്. പോയി കിടക്കടി. കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് മതി എന്റെ ശശിയേട്ടനെ. അത് എന്റെ ശശിയേട്ടനെ തല്ലി ഓടിച്ച ഞാൻ നിങ്ങൾക്ക് സമ്മതിക്കുമെന്ന് കരുതിയോ? 5 വയസ്സ് മുതൽ കൂടെ കൊണ്ടുനടന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ ദിവാരേട്ടനേക്കാൾ വലുതാണോ ഇന്നലെ കണ്ടൊരു ആശരിച്ചക്കൻ? അതെ, എനിക്കിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ്. അപ്പോ ദിവാരേട്ടൻ നിനക്കാരുമല്ല. ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഈ റെയിൽപാളത്തിൽ നിന്ന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി കൂട്ടേണ്ടി വരും നിങ്ങൾക്ക്. മോനെ, കേട്ടില്ലമ്മേ, ഞാൻ ആരുമല്ല. അമ്മേ, എന്റെ ചീത്ത പറയുന്നല്ലേ? എന്തെങ്കിലും ഇല്ല മോനെ.